വള്ളംകളിയുടെയും വള്ളസദ്യയുടെയും നാടാണ് ആറന്മുള. പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിക്കരയിലുള്ള ഈ കൊച്ചുഗ്രാമം ലോകത്തിന് സമർപ്പിച്ച മറ്റൊരത്ഭുത സൃഷ്ടിയാണ് ആറന്മുള കണ്ണാടി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പണിയുവാൻ വന്ന വിശ്വകർമ്മ സമൂഹമാണ് കണ്ണാടിയുടെ കൂട്ട് ആദ്യമായി കണ്ടെത്തിയത്. അമ്പലത്തിന്റെ താഴികക്കുടം നിർമ്മിക്കാൻ വന്നവരിൽ ഒരു സ്ത്രീക്ക് സ്വപ്ന ദർശനത്തിലൂടെ കിട്ടിയ ലോഹക്കൂട്ടാണിതെന്ന് ചരിത്രം പറയുന്നു. സാധാരണ കണ്ണാടികളിൽ നിന്ന് ആറന്മുള കണ്ണാടിയെ വേറിട്ടു നിർത്തുന്നത് അതിന്റെ നിർമ്മാണ രീതിയും പ്രതിഫലന പ്രത്യേകതയുമാണ്. ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ഉരുക്കിയുണ്ടാക്കുന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് ആറന്മുള കണ്ണാടി വാർത്തെടുക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഏതാനും വിശ്വകർമ്മ കുടുംബത്തിനു മാത്രമേ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ രഹസ്യം ഇന്നും അറിയുകയുള്ളൂ. കേരളത്തിൽ നിന്ന് ജിയോ ടാഗ് ലഭിച്ച ആദ്യ ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. 1.5 ഇഞ്ച് മുതൽ 18.5 ഇഞ്ച് വരെ വ്യാസമുള്ള കണ്ണാടികളാണ് ആറന്മുളയിലുള്ളത്. നമ്മുടെ കേരളീയരുമുണ്ട്, വിദേശികളുമുണ്ട്, ഇതിനോട് താല്പര്യമുള്ളവർ ഒരുപാട് ആൾക്കാർ വരുന്നുമുണ്ട്, മേടിക്കുന്നുമുണ്ട്. വാൽക്കണ്ണാടിക്കാണ് കൂടുതലായിട്ടും താല്പര്യം കൂടുതൽ. അത് ഒരാൾ ഷേപ്പ് വരച്ച് തന്നാൽ പോലും നമ്മൾ അതനുസരിച്ച് വാർത്തെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതി ചെയ്തു കൊടുക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. പിന്നെ കണ്ണാടിയുടെ വിലയെന്ന് പറയുന്നത് ചെറിയ കണ്ണാടി 1500 രൂപ വെച്ച് ഇപ്പം മേപ്പോട്ട് ഒരു 3 ലക്ഷം രൂപ വരെ കണ്ണാടി ചെയ്തു കൊടുക്കുന്നുണ്ട്. പല ഘട്ടങ്ങളായാണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം. ആറന്മുളയിലെ പാടശേഖരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പശിമയുള്ള ചെളിയാണ് പ്രധാന ഘടകം. ഈ പശിമയുള്ള മണ്ണും ചാണകപ്പൊടിയും അമ്മിക്കല്ലിൽ അരച്ച് പരുവപ്പെടുത്തിയെടുക്കുന്നു. 2 മൺഡിസ്കുകൾ ചേർത്തുവച്ചാണ് കണ്ണാടിയുടെ കരു നിർമ്മിക്കുന്നത്. കുഴച്ച ചെളി പല വലിപ്പത്തിൽ പരത്തിയെടുത്ത് തീയിൽ ചുട്ടെടുക്കുന്നതാണ് ഈ മൺഡിസ്കുകൾ. ആദ്യം മിനുസമുള്ള പ്രതലത്തിൽ വെള്ളവും ചെളിയും ചേർത്ത് മൺഡിസ്കുകളുടെ ഉൾഭാഗം ഉരച്ച് മിനുസപ്പെടുത്തുന്നു. അതിനുശേഷം മരക്കരു തേച്ച് ഒന്നുകൂടി മിനുക്കിയെടുക്കുന്നു. ഉരുകിയ ലോഹം ഡിസ്കിൽ പറ്റിപ്പിടിക്കാതിരിക്കാനാണ് മരക്കരു തേച്ചു പിടിപ്പിക്കുന്നത്. ഈ 2 ഡിസ്കുകൾക്കിടയിൽ കണ്ണാടിയുടെ കനത്തിനനുസരിച്ചുള്ള ചെറിയ ലോഹക്കട്ടകൾ വയ്ക്കുന്നു. ചാണകവും ചെളിയും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് ഡിസ്കുകളുടെ വശങ്ങളിലെ വിടവുകൾ ചേർത്തടയ്ക്കുന്നു. ഈ സമയം ഒരു മെഴുകുകഷ്ണം കൂടി ഡിസ്കുകളുടെ ഇടയിൽ തിരുകി വയ്ക്കുന്നു. ചൂളയിലെ ചൂടിൽ ഈ മെഴുകുരുകിയ ദ്വാരത്തിലൂടെയാണ് ലോഹക്കൂട്ട് കരുവിലേക്ക് ഉരുകി ഒഴുകി പരക്കുന്നത്. മെഴുകുകഷ്ണം വച്ച ഭാഗം ഒരു പ്രത്യേക രീതിയിൽ ഉരുട്ടി ഒരു ദ്വാരമിടും. ചുട്ടെടുത്ത അച്ചുകളിൽ ലോഹക്കൂട്ടുകൾ നിറയ്ക്കുന്നതാണ് അടുത്ത ഘട്ടം. ഇതിനായി നേരത്തെ തയ്യാറാക്കി വച്ച ലോഹക്കൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കരുവിന്റെ കോവയിൽ നിറയ്ക്കുന്നു. ശേഷം കോവ മൂടി അതിലേക്ക് ചെളി പുരട്ടുന്നു. ഇങ്ങനെ 1 കൂടുതൽ അച്ചുകൾ തയ്യാറാക്കിയ ശേഷം വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കും. ശേഷം ചൂളയിൽ തീ കത്തിക്കുന്നു. കരുക്കൾ ഓരോന്നായി തലതിരിച്ച് കോവ അടിയിൽ വരുന്ന നിലയിൽ അടുക്കി വയ്ക്കുന്നു. ഏകദേശം 3 മണിക്കൂറെങ്കിലും ചൂളയിലിരുന്ന് വെന്തതിന് ശേഷമാണ് കരുക്കൾ പുറത്തെടുക്കുന്നത്. കത്തിത്തീർന്ന ചൂളയിൽ നിന്ന് കരുക്കൾ ഓരോന്നായി പുറത്തെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. ലോഹക്കൂട്ട് കൃത്യമായി ഉരുകിയിട്ടുണ്ടോ എന്നറിയാനായി ഈർക്കിൽ കൊണ്ട് കുത്തിനോക്കും. അതിനുശേഷം ആ ദ്വാരം ചെളി ഉപയോഗിച്ചടയ്ക്കും. വളരെ ശ്രദ്ധയോടെ കരു തലതിരിച്ചു വയ്ക്കുന്നു. അതോടെ ഉരുകിയ ലോഹക്കൂട്ട് മൺഡിസ്കുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. ഈ ഡിസ്കുകൾ തണുക്കാൻ 5 മണിക്കൂർ എടുക്കും. തണുത്ത കരു ശ്രദ്ധാപൂർവം പൊട്ടിച്ച് കണ്ണാടിയുടെ ലോഹപ്പാളി പുറത്തെടുക്കും.
കരു പൊട്ടിച്ചെടുത്ത ലോഹപ്പാളിയെ മുറിച്ച് തടിയുടെ ഫ്രെയിമിൽ അരക്കുപയോഗിച്ച് ഉറപ്പിച്ചു മിനുസപ്പെടുത്തിയെടുക്കുന്നു. അവസാനം വെൽവെറ്റ് പോലെ മൃദുലമായ തുണികളിൽ ഉരച്ച് കണ്ണാടി പോലെ ആക്കിയെടുക്കും. കണ്ണാടിയുടെ ഫ്രെയിം മിനുക്കിയെടുക്കുന്ന പണികളും ഇതിനോടൊപ്പം നടക്കും. കണ്ണാടി ഡിസ്കുകളുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ആകൃതിയിലും ഡിസൈനിലുമാണ് ഫ്രെയിമുകൾ നിർമ്മിക്കുന്നത്. മിനുക്കിയെടുക്കുന്ന ഫ്രെയിമുകളിൽ കൈകൊണ്ടാണ് ഇപ്പോഴും ഡിസൈനുകൾ കുത്തിയെടുക്കുന്നത്. മിനുസപ്പെടുത്തിയെടുത്ത ഫ്രെയിമിന്റെ പിറകിൽ അരക്കുപയോഗിച്ച് പിച്ചളപ്പാളി ഉറപ്പിക്കുന്നു. അതിനുശേഷം കനലിൽ വച്ച് അവ യോജിപ്പിക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന ഫ്രെയിമിലാണ് മിനുസപ്പെടുത്തിയ കണ്ണാടി ഉറപ്പിക്കുന്നത്. റെഡ് ഓക്സൈഡ് പൊടി ഉപയോഗിച്ച് ലോഹക്കണ്ണാടി നന്നായി മിനുക്കിയെടുക്കുന്നു. ഇതാണ് ആറന്മുള കണ്ണാടി നിർമ്മാണത്തിന്റെ അവസാന ഘട്ടം. നന്നായി പാക്ക് ചെയ്യുന്നതോടെ ആറന്മുള കണ്ണാടി വിൽപ്പനയ്ക്കൊരുങ്ങിക്കഴിഞ്ഞു. ഒരു ലോഹക്കണ്ണാടി എന്നതിനപ്പുറം ഇത് കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തിന്റെ വൈഭവത്തിനെയും ആത്മാവിനെയും പ്രതിഫലിപ്പിക്കുന്നു.